നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിൽ വിദേശികൾ നടത്തുന്ന ബിനാമി ബിസിനസ്സുകൾക്കെതിരെ ചേംബർ ഓഫ് കൊമേഴ്സ് നടപടികൾ ശക്തമാക്കുന്നു. ബിനാമി ബിസിനസ് രാജ്യദ്രോഹമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ്. 2.5 ലക്ഷത്തോളം ചെറുകിട സ്ഥാപനങ്ങളെ തീരുമാനം ബാധിക്കും. തീരുമാനം മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്കും തിരിച്ചടിയാകും. ഉംറ സേവന സ്ഥാപനങ്ങൾ തീർത്ഥാടകരുടെ സേവനത്തിന് മുഴുവൻ സമയത്തും ഉണ്ടാകണമെന്ന് സൗദി ഹജ്ജ് മന്ത്രാലയം. തീർത്ഥാടകരുടെ അജ്ഞത മുതലെടുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മന്ത്രാലയം. മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയ റാസൽ ഖൈമ എയർവേസ് യാത്രക്കാരുടെ ടിക്കറ്റ് വില തിരികെ നൽകിയില്ലെന്ന് പരാതി. പണം തിരികെ ലഭിക്കാത്തത് റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാർക്ക്. അമിക്കസ് ക്യൂറിയെ എതിർത്ത മാർത്താണ്ഡവർമ്മയുടെ കുടുംബത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് കർശന വിമർശനം. അമിക്കസ് ക്യൂറിയെ അപമാനിക്കാൻ അനുവദിക്കില്ല. റിപ്പോർട്ട് അതീവ ഗൗരവതരം. മുഴുവൻ നിലവറകളും പൂട്ടി താക്കോൽ ജില്ലാ ജഡ്ജിയെ ഏൽപ്പിക്കണമെന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് നാളെ. അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ബാർ ലൈസൻസ് വിഷയത്തിൽ KPCC സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ ഇന്നും തീരുമാനമായില്ല. 2 സ്റ്റാർ ബാറുകളുടെ ലൈസൻസ് പുതുക്കിയാൽ മതിയെന്ന് VM സുധീരൻ. 1 വർഷത്തേക്ക് ലൈസൻസ് പുതുക്കി നൽകണമെന്ന് മുഖ്യമന്ത്രി. ഒരാൾ മാത്രം മദ്യവിരുദ്ധൻ ചമയേണ്ടെന്നും യോഗത്തിൽ ഉമ്മൻചാണ്ടി. വാർത്തകൾ വിശദമായി. ഉംറ സേവന സ്ഥാപനങ്ങൾ ഉംറ തീർത്ഥാടകരുടെ മുഴുവൻ സമയ സേവനത്തിന് രംഗത്തുണ്ടാകണമെന്ന് ഹജ്ജ് മന്ത്രാലയം ആവശ്യപ്പെട്ടു. തീർത്ഥാടകരുടെ മരണാനന്തര നടപടികൾ പൂർത്തിയാക്കുന്നതിലുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ഹജ്ജ് മന്ത്രാലയം ഇക്കാര്യം ഉംറ സേവന സ്ഥാപനങ്ങളെ അറിയിച്ചത്. വിവിധ കാരണങ്ങളാൽ പുണ്യഭൂമിയിൽ മരണപ്പെടുന്ന ഉംറ തീർത്ഥാടകരുടെ മരണാനന്തര നടപടികൾ പൂർത്തിയാവുന്നതുവരെ ഉംറ സേവന സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥർ മുഴുസമയം രംഗത്തുണ്ടായിരിക്കണം. മരണപ്പെട്ട ഉടനെ തീർത്ഥാടകന്റെ പാസ്പോർട്ട് ആശുപത്രി ഓഫീസിലെത്തിക്കണം. പാസ്പോർട്ട് എത്തിക്കുന്നതിനുള്ള കാലതാമസം പലപ്പോഴും മരണ സർട്ടിഫിക്കറ്റ് തീർത്ഥാടകന്റെ ബന്ധുക്കൾക്കോ കോൺസുലേറ്റിനോ കൈമാറുന്നതിൽ താമസം വരാറുണ്ടെന്നും ഹജ്ജ് മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തീർത്ഥാടകരിൽ നിന്ന് പാസ്പോർട്ടുകൾ വാങ്ങുമ്പോൾ പാസ്പോർട്ട് കോപ്പി, തിരിച്ചറിയാനുള്ള കൈവള, തിരിച്ചറിയൽ കാർഡ് എന്നിവ തീർത്ഥാടകർക്ക് നൽകണമെന്ന് ഉംറ സേവന സ്ഥാപനങ്ങളോട് ഹജ്ജ് മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരിച്ചറിയൽ കാർഡിൽ താമസസ്ഥലം, ഉംറ സ്ഥാപനങ്ങളുടെ പേര്, അഡ്രസ്സ് എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. പാസ്പോർട്ട് കോപ്പിയോ തിരിച്ചറിയൽ കാർഡോ ഇല്ലാത്ത തീർത്ഥാടകരെ നിരീക്ഷണത്തിനിടയിൽ കാണാനിടയായിട്ടുണ്ട്. ഇത് പാലിക്കാത്ത ഉംറ സേവന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ഹജ്ജ് മന്ത്രാലയം ഉണർത്തിയിട്ടുണ്ട്. സൗദി അധികൃതർ അംഗീകരിച്ച ഉംറ തീർത്ഥാടന പാക്കേജ് തീർത്ഥാടകർ രാജ്യത്ത് പ്രവേശിച്ച് തിരിച്ചു പോകുന്നതുവരെയുള്ള എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. പുണ്യഭൂമിയിൽ രോഗം ബാധിക്കുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതും മരണപ്പെടുന്നതും മറ്റുമായ എല്ലാ കാര്യങ്ങളിലും ഉംറ സേവന സ്ഥാപനങ്ങൾക്ക് വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ നാട്ടിൽ നിന്ന് ഉംറയ്ക്കെത്തുന്നവരുടെ അജ്ഞത മുതലെടുത്ത് സേവന സ്ഥാപനങ്ങളും ഏജന്റുമാരും ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിർവഹിക്കാതെ മാറി നിൽക്കുന്നത് പതിവാണ്. ഇക്കാര്യം കൂടി കണക്കിലെടുത്താണ് ഉംറ സേവന സ്ഥാപനങ്ങൾക്ക് ഹജ്ജ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. റബീഹ് മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഡിസംബർ അവസാനത്തിൽ അടച്ചുപൂട്ടിയ റാക്ക് എയർവേസ് യാത്രക്കാരുടെ ടിക്കറ്റ് വില ഇനിയും തിരികെ നൽകിയില്ലെന്ന് ഒരു വിഭാഗത്തിന്റെ പരാതി. റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തവർക്കാണ് ഇനിയും പണം തിരികെ കിട്ടാത്തത്. മലപ്പുറം തിരൂർ സ്വദേശി ബഷീറാണ് ഇദ്ദേഹം. കഴിഞ്ഞ ക്രിസ്മസ് അവധിക്ക് UAEയിൽ നിന്നും കോഴിക്കോട്ടേക്ക് റാക്ക് എയർവേസിന്റെ 3 റിട്ടേൺ ടിക്കറ്റ് എടുത്തു. ലീവ് കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുമ്പോഴാണ് റാക്ക് എയർവേസ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചുപൂട്ടിയ വിവരം അറിയുന്നത്. ഉടനെ ഇരട്ടി തുക നൽകി വേറെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. 4 മാസം കഴിഞ്ഞിട്ടും റാക്ക് എയർവേസ് ടിക്കറ്റിന്റെ തുക ഇദ്ദേഹത്തിന് തിരികെ നൽകിയിട്ടില്ല. 60,000 രൂപയോളം ഇതിന്റെ പേരിൽ നഷ്ടം സഹിച്ച ബഷീർ പറയുന്നത് ഇങ്ങനെ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ 3 മാസത്തോളായിട്ട് ഞാൻ നിരന്തരം അവരുമായിട്ട് ബന്ധപ്പെടുന്ന ഞാൻ ടിക്കറ്റ് എടുത്ത കൗണ്ടറുമായിട്ട്. പക്ഷെ അവർ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്കൊരു തീരെ ഉത്തരവാദിത്തമില്ല. റാക്ക് എയർവേസ് ഒന്നും ചെയ്തില്ല. അവർ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ചിലർ പറയുന്നത് റാക്കിൻ്റെ ഓഫീസ് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു ബഷീർ മാത്രമല്ല, 100 കണക്കിന് പ്രവാസികൾ ഇങ്ങനെ റാക്ക് എയർവേസിന്റെ തട്ടിപ്പിന് ഇരയായവരിലുണ്ട്. നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത ഒരു വിഭാഗത്തിന് പണം തിരികെ ലഭിച്ചിരുന്നു. റാക്ക് എയർവേസ് അധികൃതരുടെ കാര്യക്ഷമത കുറവാണ് ടിക്കറ്റ് തുക തിരിച്ചു നൽകാത്തതിന് പിന്നിലെന്ന് ഇടനിലക്കാരായ ട്രാവൽ ഏജൻസികളും പറയുന്നു. ഈ റീഫണ്ടിങ് പ്രോസസ്സ്, അതാണ് അതിലുണ്ടായിരുന്ന കാലതാമസവും അനിശ്ചിതത്വമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ആ പ്രോസസ്സ് അവർ റിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്യുമെൻറ്റ്സൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കാലതാമസമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നും അത് ഈ മാസ അവസാനത്തോടു കൂടി പൂർണ്ണമായും പരിഹരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട് എന്നാണ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറുപടി കിട്ടിയിരിക്കുന്നത്. റാക്ക് എയർവേസിന്റെ തട്ടിപ്പിന് യാത്രക്കാരും ട്രാവൽ ഏജൻസികളും ഒരുപോലെ ഇരകളായിരിക്കുകയാണ്. ഇവർക്കുള്ള നഷ്ടപരിഹാരം എപ്പോൾ ലഭിക്കുമെന്നതിൽ ആർക്കും നിശ്ചയമില്ല. ദുബൈയിൽ നിന്നും ക്യാമറാമാൻ യൂസഫ് അലിക്കൊപ്പം ഹാരിസ് അരിക്കുളം, മീഡിയ 1. ഒമാനിലെ ഏറ്റവും വലിയ മലയാളി സാംസ്കാരിക മേളയായ കേരളോത്സവത്തിന് ഇനി പുതിയ പേര്.
ഈ വർഷം മുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ എന്ന പേരിലായിരിക്കും കേരളോത്സവം അറിയപ്പെടുക. ഒമാൻ സാമൂഹികക്ഷേമ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പേരുമാറ്റമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മസ്കത്തിൽ 12 വർഷമായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിംഗ് സംഘടിപ്പിക്കുന്ന കേരളോത്സവമാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലായി മാറുന്നത്. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെ മുഴുവൻ പ്രതിനിധീകരിക്കാൻ ലഭിച്ച അവസരം അംഗീകാരമായി കരുതുന്നതായി കേരള വിംഗ് ഭാരവാഹികൾ പറഞ്ഞു. കുട്ടികൾ വെറും കുട്ടികളല്ല എന്ന വിഷയത്തിൽ അടുത്ത മാസം 8 മുതൽ 10 വരെ ഖുറം മറാലാൻഡിലാണ് ഈ വർഷത്തെ മേള സംഘടിപ്പിക്കുന്നത്. പതിവ് സാംസ്കാരിക പരിപാടികൾക്കൊപ്പം ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പ്രദർശനവും കലാപരിപാടികളും നടക്കും. അല്ലെങ്കിൽ സ്കൂളുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു സയൻസ് എക്സിബിഷനും ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതും ഇതേ വെന്യൂവിൽ വെച്ച് തന്നെയാണ്. 3 ദിവസം ആണ് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ നടത്തുന്നതെങ്കിൽ സയൻസ് ഫെസ്റ്റിവൽ 2 ദിവസമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങൾ, സൈക്കിൾ യജ്ഞം, നാടൻ പാട്ടുകൾ, വോയിസ് ഓഫ് കേരള റേഡിയോ സ്റ്റേഷന്റെ റോഡ് ഷോ എന്നിവയുണ്ടാകും. 40,000 പേർ മേളയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം ഈ വർഷത്തെ കൈരളി അനന്തപുരി സാംസ്കാരിക പുരസ്കാരം ആന്ധ്രാപ്രദേശിലെ മലയാളി സാമൂഹ്യ പ്രവർത്തക സുനിത കൃഷ്ണന് സമ്മാനിക്കും. ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്നവരെ പുനരധിവസിപ്പിക്കുന്ന പ്രോജ്വല എന്ന സംഘടനയുടെ സ്ഥാപകയാണ് ഇവർ. കേരള വിംഗ് ഭാരവാഹികളായ രജിലാൽ കോക്കാടൻ, രതീശൻ, മാർസ് ഗ്രൂപ്പ് MD VT വിനോദ്, അനന്തപുരി ഉടമ ബിബി ജേക്കബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്. പ്രമുഖ എഴുത്തുകാരൻ ഡോക്ടർ മൻദർ വി ബിച്ചുവിന്റെ മോസ്കോ മസാല എന്ന നോവലിന്റെ പ്രകാശനം ദുബൈയിൽ നടന്നു. UAE എക്സ്ചേഞ്ച് ഗ്ലോബൽ ഓപ്പറേഷൻ CEO വൈ സുധീർ കുമാർ ഷെട്ടി, എക്സ്പ്രസ് മണി ബിസിനസ് മേധാവി സുധീഷ് ഗിരിയൻ എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത്. മന്ദർ വി ബിച്ചുവിന്റെ 6ാമത് പുസ്തകമാണിത്. വായന പ്രോത്സാഹിപ്പിക്കാൻ ശക്തമായ നടപടികൾ ആവശ്യമാണെന്ന് സുധീർ കുമാർ ഷെട്ടി പറഞ്ഞു. ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ചായിരുന്നു പ്രകാശന ചടങ്ങുകൾ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലെ വികസന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. നാഷണൽ പെയിൻ ഭാഗത്തെ 5 വരി പാതകളും 10 ദിവസത്തിനകം ഗതാഗതത്തിന് സജ്ജമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പാലങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. തിരക്ക് പൂർണ്ണമായി ഒഴിവാക്കാനായി ഓരോ ഭാഗത്തേക്കും പ്രത്യേകമായി തന്നെ റോഡുകൾ സംവിധാനിച്ചിട്ടുണ്ട്. കൽബ മലിഹ റോഡിലൂടെ പോകേണ്ട ദുബായിൽ നിന്ന് വരുന്ന യാത്രക്കാർക്കും ഷാർജ റിംഗ് റോഡ് വഴി വരുന്നവർക്കും നാഷണൽ പെയിൻ ഭാഗം ഒഴിവാക്കി പോകാനാകും. അജ്മാൻ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർക്കും ഇതുവഴി പോകാം. നാഷണൽ പെയിൻ മേഖലയിലെ പരിമിതമായ സ്ഥലത്ത് അതിവിപുലമായ ഗതാഗത സംവിധാനമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. UAE-യിലെ തന്നെ ഉയരം കൂടിയ പാലങ്ങൾ നിർമ്മിച്ചാണ് സ്ഥലപരിമിതി മറികടന്നത്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി. നിരവധി താൽക്കാലിക റോഡുകൾ നിർമ്മിച്ചു. മലീഹ കൽബ റോഡുകൾ വികസിപ്പിച്ചു. അജ്മാൻ ഭാഗത്ത് പുതിയ പാലം നിർമ്മിച്ചു. ദുബായ് ഷാർജ അതിർത്തിയിലെ പഴയ പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ഇതിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഷാർജ വ്യവസായ മേഖലയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡുമായി ബന്ധപ്പെടുന്ന റോഡുകൾ വികസിപ്പിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന റൗണ്ട് അബൌട്ടുകൾ നീക്കം ചെയ്ത് സിഗ്നലുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 100 കോടി ദിർഹം ചെലവിട്ട് ഈ മേഖലയിൽ വികസനം നടത്താൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാനാണ് ഉത്തരവിട്ടത്. മീഡിയ 1 ഷാർജ. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സജീവമായിരുന്നില്ല എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനില്ലെന്ന് ET മുഹമ്മദ് ബഷീർ MP. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ പൊന്നാനിയിൽ ലീഗ് ജയിക്കുമെന്നും ET പറഞ്ഞു. ജിദ്ദയിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ പൊന്നാനിയിലും ഞങ്ങളുടെ പ്രകടനം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ മെച്ചമായി വരാൻ ഇടയുണ്ടെന്നുള്ളതാണ്. വ്യാജരേഖകൾ ചമച്ച് CID ചമഞ്ഞ തട്ടിപ്പ് നടത്തുന്ന 2 പേരെ ഷാർജ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടി. ഇവരുടെ തട്ടിപ്പിനിരയായ നിരവധി പേർ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. തൊഴിലാളികളെ ഉന്നം വെച്ചായിരുന്നു ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. വ്യാജരേഖ കാട്ടി യാത്രക്കാരെ തടഞ്ഞുവെച്ച് പരിശോധന നടത്തുകയും അവരുടെ കയ്യിലുള്ള പണവും മറ്റും കൈക്കലാക്കി കടന്നുകളയുന്ന രീതിയായിരുന്നു ഇവരുടേതെന്ന് പോലീസ് പറഞ്ഞു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൽ നിന്ന് ബേസ് ജമ്പിംഗ് നടത്തിയ സാഹസികരെന്ന റെക്കോർഡ് ഫ്രെഡ് ഫ്യൂഗനും വിൻസ് റിഫറ്റിനും സ്വന്തം. 828 മീറ്റർ ഉയരമുള്ള ബുർജ് ഖലീഫയുടെ തുമ്പത്ത് നിന്ന് ആകാശച്ചട്ടം നടത്തിയാണ് ഫ്രാൻസ് സ്വദേശികളായ ഇരുവരും ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചത്. മാസങ്ങൾ നീണ്ട പരിശീലനത്തിനൊടുവിൽ ഏപ്രിൽ 21-നായിരുന്നു പ്രകടനം. ദുബൈയിൽ ആകാശചാട്ട പരിശീലനം നൽകുന്ന സ്കൈ ഡൈവ് ദുബൈയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. ബുർജ് ഖലീഫയുടെ തുമ്പത്ത് നിർമ്മിച്ച പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടിയ ഇരുവരും വായുവിലൂടെ പറന്നിറങ്ങുന്ന ദൃശ്യം മനം കവരുന്നതായിരുന്നു. ഷൂവിൽ ഘടിപ്പിച്ച യന്ത്രത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വർണ്ണം വാരിവിതറി ഇരുവരും തെന്നി നീങ്ങി. കൈകോർത്തു പിടിച്ചും മലക്കം മറിഞ്ഞും കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി. നിലം തൊടുന്നതിന് തൊട്ടുമുമ്പ് പാരച്യൂട്ട് വിടർന്നു. ഇരുവരും സുരക്ഷിതമായി നിലത്തിറങ്ങി. ബുർജ് ഖലീഫയുടെ തുമ്പത്ത് 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള പ്ലാറ്റ്ഫോം നിർമ്മിക്കുക എന്നത് ഏറെ വിഷമം പിടിച്ച ദൗത്യമായിരുന്നു. കാലാവസ്ഥാ വെല്ലുവിളികളും
സമയപരിമിതിയും അതിജീവിച്ച് 3 ദിവസം കൊണ്ടാണ് പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ അഗ്രഭാഗത്തിന് കേടുപാട് സംഭവിക്കാതെ വേണമായിരുന്നു പ്ലാറ്റ്ഫോം നിർമ്മാണം. 3 വർഷത്തെ കഠിന പരിശീലനത്തിന്റെ ഫലമായാണ് റെക്കോർഡ് പ്രകടനം നടത്താൻ സാധിച്ചതെന്നും ജീവിതത്തിലെ വലിയൊരു സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായതെന്നും സുരക്ഷിതമായി നിലം തൊട്ട ഫ്രെഡ് ഫ്യൂഗൻ പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ചാട്ടമാണിതെന്നായിരുന്നു വിൻസ് റിഫ്റ്റിന്റെ പ്രതികരണം. റെക്കോർഡ് ചാട്ടത്തിന് മുന്നോടിയായി സ്വിറ്റ്സർലാൻഡിലെ ലൗട്ടൻ ബ്യൂനൻ മലനിരകളിലാണ് ഇരുവരും പരിശീലനം നടത്തിയത്. ബുർജ് ഖലീഫയ്ക്കൊപ്പം ഉയരമുള്ള മല കൂടിയാണിത്. അവസാന ഘട്ടത്തിൽ ദുബൈയിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയും പരിശീലനം നടത്തി. എമിറേറ്റ്സ് എയ്റോസ്പോർട്സ് ഫെഡറേഷന് ചുവടെ പ്രവർത്തിക്കുന്ന സ്കൈ ഡൈവ് ദുബൈ നിരവധി ലോക റെക്കോർഡ് പ്രകടനങ്ങൾക്ക് അവസരമൊരുക്കാറുണ്ട്. മീഡിയ 1 ദുബൈ. ദുബൈ KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന തൃശൂർ ഫെസ്റ്റ് 2014 ഏപ്രിൽ 25 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതൽ ദുബൈ കിസൈസ് ഗൾഫ് മോഡൽ സ്കൂളിൽ നടക്കും. പരിപാടിയിൽ UAE-യിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന വടംവലി മത്സരം, കുട്ടികൾക്കായി ചിത്രരചന, കളറിംഗ് മത്സരങ്ങൾ, വനിതകൾക്കായി പാചക മത്സരം, വനിതാ സംഗമം, സാംസ്കാരിക സമ്മേളനം, ഇശൽ സന്ധ്യ എന്നിവ സംഘടിപ്പിക്കുന്നു. ജില്ലാ വനിതാ വിംഗ് സംഘടിപ്പിക്കുന്ന നാടൻ വിഭവങ്ങളുടെ തട്ടുകട, മാപ്പിള നാടൻ കലകളുടെ അവതരണം, കുട്ടികളുടെ കലാപരിപാടികൾ, ചരിത്ര ഫോട്ടോ പ്രദർശനം, വിവിധ രംഗത്തെ വ്യക്തിത്വങ്ങളെ ആദരിക്കൽ എന്നിവ പരിപാടിയുടെ ഭാഗമാണ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഖത്തറിലെ ഏറ്റവും തിരക്കേറിയ സീ റിംഗ് റോഡിന്റെ വിപുലീകരണ പ്രവൃത്തികളുടെ ആദ്യഘട്ടം മെയ് 1 ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വിഭാഗമായ അഷ്കാൽ അറിയിച്ചു. 4 ഘട്ടങ്ങളിലായി നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് അഷ്ഹാൽ പദ്ധതിയിട്ടത്. യുവ വണ്ടൂർ സംഘടിപ്പിക്കുന്ന വണ്ടൂർ സംഗമം വെള്ളിയാഴ്ച ദുബൈയിൽ നടക്കും. പ്രമുഖ സൗദി വ്യവസായി പ്രമുഖൻ VP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും. കറാമ സെന്ററിൽ നടക്കുന്ന സംഗമത്തിൽ ഡോക്ടർ സാജു ജോർജ് ആരോഗ്യ ക്ലാസ് എടുക്കും. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. ബഹ്റൈനിൽ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനുമായി എല്ലാവരും ഒത്തൊരുമയോടെ നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ. രാജ്യത്തിന്റെ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കേണ്ട സമയമാണിത്. രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. സുരക്ഷിതത്വവും സമാധാനപൂർണ്ണവുമായ ജീവിതമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭൗമദിനാചരണത്തിന്റെ ഭാഗമായി ദുബൈ മെഡിക്കെയർ ആശുപത്രിയിൽ തൈ നടൽ ചടങ്ങ് നടന്നു. ആസ്റ്റഡിയം ഹെൽത്ത് കെയർ MD ഡോക്ടർ ആസാദ് മുപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാധ്യമായ രൂപത്തിൽ ഹരിതവൽക്കരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ വ്യക്തികളും കൂട്ടായ്മകളും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ജൈറ്റെക്സ് ഷോപ്പർ സ്പ്രിംഗിന് ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. കൺസ്യൂമർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും സാങ്കേതിക ഉപകരണങ്ങളുടെയും വൻ ശേഖരത്തോടെയാണ് ഈ പ്രാവശ്യത്തെ ജൈറ്റെക്സ് ആരംഭിച്ചത്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുള്ള 2014 ജൈറ്റെക്സ് ഷോപ്പർ മേളയാണ് ഇന്ന് ദുബൈയിൽ ആരംഭിച്ചത്. ലോകോത്തര ബ്രാൻഡുകൾ വിലപേശി വാങ്ങാവുന്ന സൗകര്യമാണ് ജൈറ്റെക്സ് ഷോപ്പർ മേളയിലെ ഈ പ്രാവശ്യത്തെ സവിശേഷത. പ്രമുഖ ബ്രാൻഡുകളുടെ എക്സ്പീരിയൻസ് സോണുകളും ഇവിടെ പ്രത്യേകമായി സംവിധാനിച്ചിട്ടുണ്ട്. ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് പരിശോധിച്ചു നോക്കാനുള്ള സൗകര്യമാണിത്. ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളെയും ഉപകരണങ്ങളെയും കുറിച്ച് വിദഗ്ധർ ഇവിടെ വിവരണവും സഹായങ്ങളും നൽകുന്നുണ്ട്. ആദ്യ ദിവസത്തിൽ തന്നെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് മിസ്റ്റർ ലൈറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ജോസി സ്റ്റീഫൻ പറയുന്നു. ജൈറ്റെക്സ് ഷോപ്പറിൽ മിസ്റ്റർ ലൈറ്റ് ആൻഡ് മിസ്റ്റർ പ്ലസ് ആദ്യമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ ഞങ്ങൾ ജൈറ്റെക്സ് ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100,000 കൺസ്യൂമേഴ്സിനെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ അവസരമുണ്ട്. ഡെൽ, HP, ലെനോവോ, നോക്കിയ, സാംസങ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പ്രത്യേക ഓഫറുകളുമുണ്ട്. പ്രദർശനത്തിന്റെ ഭാഗമായി പ്രമോഷനുകൾ, നറുക്കെടുപ്പുകൾ, കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കുന്നവ എന്നിവയടക്കം ലക്ഷക്കണക്കിന് ദിർഹമിന്റെ സമ്മാനങ്ങളാണ് ഉപയോക്താക്കൾക്ക് ലഭിക്കുക. 15 ദിർഹം പ്രവേശന നിരക്കുള്ള മേളയിൽ രാവിലെ 11 മുതൽ രാത്രി 11 മണി വരെയാണ് പ്രദർശനമുള്ളത്. ശനിയാഴ്ച വരെ നീളുന്ന പ്രദർശനത്തിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. മീഡിയ 1 ദുബായ്.